മണ്ഡലകാലം പകുതി പിന്നിട്ടതോടെ കാനനപാതയിലൂടെയും തീർത്ഥാടക പ്രവാഹം 35,000-ത്തിലധികം പേരാണ് 18 ദിവസം കൊണ്ട് കാനനപാതയിലൂടെ ശബരിമലയിലെത്തിയത്. വെള്ളി, ശനി ദിവസങ്ങളിലാണ് ഏറ്റവും അധികം പേർ കാനനപാത ഉപയോഗപ്പെടുത്തിയത്. അതോടൊപ്പം ശബരിമലയിൽ ഇന്നും തിരക്ക് തുടരുകയാണ്. സുജു റെഡിയായിട്ട് നിൽക്കുന്നു, സന്നിധാനത്തുണ്ട്. സുജു, ഗുഡ് മോർണിംഗ്. പതിവ് പോലെ തന്നെ ഇന്നും തിരക്ക് കൂടിയ വാർത്ത തന്നെയാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. തീർത്ഥാടക പ്രവാഹം തന്നെയാണ് ഈ ദിവസങ്ങളിലൊക്കെ കാണാൻ സാധിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും തീർത്ഥാടക പ്രവാഹം തന്നെയാണ് പ്രിയ ശബരിമലയിലുള്ളത്. ഇതിപ്പം പമ്പ മുഖേന അല്ലെങ്കിൽ എഴുത വഴി മാത്രമല്ല തീർത്ഥാടകർ കൂടുതലായി എത്തുന്നത്. സത്രം വഴിയുള്ള, അതായത് കാനനപാത, അതിൻ്റെ കണക്കുകളാണ് 18 ദിവസം 30,000-ത്തോളം തീർത്ഥാടകരെത്തി എന്ന് പറയുന്നത്. ഒരുപക്ഷെ നമ്മൾ തീർത്ഥാടകർ ചോദിച്ചാൽ ഏറ്റവും മനോഹരമായ വഴിയിൽ ഒന്നുകൂടിയാണ് ഈ കാനനപാത വഴിയുള്ള അല്ലെങ്കിൽ സത്രം പുൽമേട് വഴിയുള്ള യാത്ര. പുൽമേട് വഴിയുള്ള യാത്ര വന്യമൃഗങ്ങളൊക്കെ കാണാൻ സാധിക്കും. മാത്രമല്ല ആ ശരണപാതയിലുണ്ട് 6 കിലോമീറ്ററിൽ അടുത്ത് നടന്നുള്ള ഒരു യാത്രയാണ് പുൽമേട് വഴി. അതുവഴിയും ഈ തവണ 30,000-ത്തോളം തീർത്ഥാടകർ 18 ദിവസം, ഇപ്പോൾ ഏതാണ്ട് 35,000 പിന്നിട്ട് കാണും ഈ കഴിഞ്ഞ 2 ദിവസത്തെ കണക്കുകൾ കൂടി കൂട്ടുമ്പോൾ. അത്രയധികം തീർത്ഥാടകർ അതുവഴിയും എത്തുന്നുണ്ടെന്നതും സന്തോഷകരമായ കാര്യമാണ്. കാരണം ശബരിമലയിൽ ഈ വർഷം തീർത്ഥാടകർ ഒരു ഫ്ലോ അല്ലെങ്കിൽ ഒരു ഒഴുക്ക് അത് തുടർച്ചയായി ഉണ്ടാകുന്നു. ഏതെങ്കിലും ദിവസങ്ങളിൽ കുറയുകയോ ഏതെങ്കിലും ദിവസം ക്രമാതീതമായി വർദ്ധിക്കുകയല്ല, വളരെ കൃത്യമായ രീതിയിൽ തന്നെ മുമ്പോട്ട് പോവുകയാണ്. ചില ദിവസങ്ങളിൽ സ്പോട്ട് ബുക്കിംഗ് 17,000 കടന്നു ഉള്ള സ്പോട്ട് ബുക്കിംഗ് ദിവസങ്ങളും ഉണ്ടായിരുന്നു. അപ്പം ഈ വളരെ പ്രധാനപ്പെട്ടതും ആയ ഒരു കാര്യം തന്നെയാണ്. അതായത് തീർത്ഥാടകർക്ക് ശബരിമല സന്നിധാനത്തെത്തുന്ന തീർത്ഥാടകർക്കെല്ലാം തന്നെ സുഖദർശനം സാധ്യമാക്കുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടമായ കാര്യം. നമ്മളിപ്പോൾ അല്പസമയം മുമ്പ് കണ്ടത് 18-ാം പടിക്ക് മുൻപിൽ നിൽക്കുന്ന തീർത്ഥാടകരെയാണ് കണ്ടത്. അതിന് ഇപ്പോൾ 18-ാം പടി ചവിട്ടുന്ന തീർത്ഥാടകരെ നമ്മൾ കാണാൻ സാധിക്കും. ഏവരെയും സംബന്ധിച്ചോളം ഏറ്റവും സന്തോഷകരമായ കാര്യം എന്ന് പറയുന്നത് തീർത്ഥാടനത്തിന് അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും അനുഭവിക്കാതെ തീർത്ഥാടനം നടത്താൻ സാധിക്കുന്നു എന്നത് തന്നെയാണ് അവർ എല്ലാം സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനമായ കാര്യം. അത് ഈ മണ്ഡലകാലത്തുടനീളം നമുക്ക് അത്തരം കാര്യങ്ങൾ ദർശിക്കാൻ സാധിക്കുന്നതാണ്. എന്തായാലും നമ്മൾ ശബരിമലയിൽ വളരെ സന്തോഷകരമായ ദിവസങ്ങൾ കൂടിയാണ് കടന്നു പോകുന്നത്. ആളുകൾ ഉണ്ട്. ചേട്ടാ, കുട്ടി ചോറൂണാണോ? അല്ല തൊഴാൻ വന്നത്. എങ്ങനെയുണ്ടായിരുന്നു ഈ പ്രശ്നത്തെ ദർശനമൊക്കെ? ദർശനം നല്ല സൗകര്യമുണ്ട്, ഒരു കുഴപ്പമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. എങ്ങനെയുണ്ട്? ഞാൻ 6ാമത്തെ പ്രാവശ്യമാണ്. വളരെ നല്ലതുപോലെ ദർശനമെല്ലാം കിട്ടി. ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. വളരെ നല്ല ദർശനം തന്നെയായിരുന്നു. നല്ല രീതിയിൽ തന്നെ ദേവസ്വം ബോർഡ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. നല്ലതായിട്ട് ചിരിക്കുന്നത് കണ്ടു, സന്തോഷത്തിലാന്ന് തോന്നുന്നു. ആദ്യത്തെ മലയായിരുന്നു, അതുകൊണ്ട് നല്ലോണം അയ്യപ്പനെ കണ്ടു. പറഞ്ഞു കേട്ടിട്ടുള്ളൂ അല്ലേ? അതെ. ഇത്തവണ വരവില്ല, ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ഒരു ബുദ്ധിമുട്ടും ഇല്ല, നല്ലോണം കണ്ടു. എല്ലാവർക്കും സന്തോഷമല്ലേ? നമ്മുടെ കുട്ടിയുണ്ടല്ലോ, മോളുടെ പേരെന്തുവാ? പറഞ്ഞേ. ശ്രേയാജിത്തോ? 12 മലയായി. 12 വർഷം. ആഹാ, ഓക്കെ. മോളുടെ പേരെന്തുവാ? ആത്മജ. നിങ്ങൾ പാട്ട് വല്ലതും പാടുവോ? അയ്യപ്പ പാട്ട് പാടുവോ? എങ്ങനെ ഉണ്ടായിരുന്നു മല കയറിയതൊക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പൊ സ്കൂളിൽ ചെന്ന് ടീച്ചർ ചോദിക്കും എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ എങ്ങനെ പറയും? ഹാപ്പി ആയിരുന്നോ? ഒരു എക്സ്പീരിയൻസ് അങ്ങോട്ട് പങ്കുവെക്കാവോ? മല കയറിയത് എന്തൊക്കെ കണ്ടു വന്ന വഴി? കണ്ട കാര്യം എന്തോ പറയേ, അല്ലെങ്കിൽ അയ്യപ്പനോട് എന്തോ പറഞ്ഞത്? എന്തായാലും കുട്ടികൾക്ക് പേരൊന്നും. മോളുടെ പേരെന്തോ? ആദ്യ. മോളുടെ? നിങ്ങൾക്ക് വീട് എവിടെ? എല്ലാവരുടെ? തിരുവനന്തപുരം. കരകുളത്തു നിന്നാണ്. പ്രിയ, എൻ്റെ അടുത്ത് നിൽക്കുന്ന ഈ ഇവരുടെ ഒരു സന്തോഷം. ഒരു കുട്ടി ചോറുണെത്തിയാണ് ചേട്ടാ. അല്ല, 1 വയസ്സായത്. പിന്നെ അവർക്ക് കുറച്ച് പ്രശ്നമൊക്കെ കൊണ്ടായിരുന്നു. അങ്ങനെ അയ്യപ്പൻ തന്നെ തിരിച്ചു തന്നതാണ്. മോളുടെ പേരെന്തോ? അക്ഷയനി. ഹായ്. അക്ഷയനിക്ക് എന്താന്ന് പോലും മനസ്സിലായിട്ടില്ല. എന്തായാലും വളരെ ഒരു മനോഹരമായ അവസ്ഥ. ഇതാണ് ശബരിമല എന്ന ഞാൻ ഇനിയും കൂടുതൽ എൻ്റെ വാക്കുകൾ കൊണ്ട് വിവരിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് ഡ്യൂട്ടി മാറുകയാണ്. സനോജാണ് നാളെ മുതൽ ശബരിമല വിശേഷങ്ങളുമായി എത്തുക. ഈ ഒരു സന്തോഷം പങ്കുവെച്ചുകൊണ്ട് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇതിനപ്പുറത്തേക്കൊന്നും നമുക്ക് പറയാനുമില്ല. സുജു, ഇന്ന് അവസാന ദിവസമാണ് സന്നിധാനത്ത്. സുജന, പ്രേക്ഷകരും അന്വേഷിക്കുന്നുണ്ട്, അമ്പിളി അന്വേഷണം പറയണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സോമൻ, ദേവരാജൻ, പ്രിയാജോയ് തുടങ്ങിയവരൊക്കെയും സുജുവിനെ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് കൂടിയുള്ള മറുപടി, ഇത്രയും ദിവസം സന്നിധാനത്ത് നിന്ന് നിരന്തര വാർത്തകൾ നൽകിക്കൊണ്ടിരുന്നതല്ലേ, അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം.
പ്രിയ, ഏറ്റവും നമ്മൾ ഈ മണ്ഡലകാലം ആരംഭിക്കുമ്പോൾ ചില ആശങ്കകൾ അല്ലെങ്കിൽ ചില കോണുകളിൽ നിന്ന് ചില വിവാദങ്ങൾ ഉയർത്തിവിടാൻ ശ്രമിച്ചിരുന്നത് സ്പോട്ട് ബുക്കിങ്ങുമായി ബന്ധപ്പെട്ടായിരുന്നു. എന്നാൽ ആ വിവാദങ്ങളെല്ലാം അപ്രസക്തമാക്കിക്കൊണ്ടാണ് ഈ മണ്ഡലകാലം പുരോഗമിക്കുന്നത്. ഇവിടേക്ക് വരുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ഒരു അനുഭവം, നമ്മൾ നിലയ്ക്കിലെത്തുമ്പോൾ കാണുന്ന വലിയ ജർമ്മൻ പന്തൽ, അതിനുശേഷം പമ്പയിലേക്ക് എത്തുമ്പോൾ 3000 പേർക്ക് ഒരേ സമയത്ത് വിഴിവെക്കാൻ സാധിക്കുന്ന ജർമ്മൻ പന്തൽ, അതിനുശേഷം നീലിമല പാത വഴി കടന്നു വരുമ്പോൾ എല്ലായിടത്തും കുടിവെള്ളം നൽകുന്നുണ്ട്. പിന്നീട് തീർത്ഥാടകർക്ക് ബിസ്ക്കറ്റ് മതിയായ അളവിൽ നൽകുന്നു. അങ്ങനെ ശബരിമലയെ സംബന്ധിച്ചോളം ഈ തവണ ഒരു സുഗമമായ തീർത്ഥാടന കാലം കൂടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ചില ദിവസങ്ങളിൽ ഇത്തവണ അപ്പം അരവണ വിതരണത്തിൽ നമ്മൾ ഇന്ന് കൊടുത്ത വാർത്തയുണ്ട്. റെക്കോർഡ് വർധനവാണ് അതിൻ്റെ വരുമാനത്തിലുണ്ടായിരിക്കുന്നത്, അതിൻ്റെ എണ്ണം വിറ്റഴിക്കുന്നുണ്ടായിരിക്കുന്നത് റെക്കോർഡ് വർധനവ്. ഇതെല്ലാം സൂചിപ്പിക്കുന്ന തീർത്ഥാടകരെ സംബന്ധിച്ചോളം അവർക്ക് സംതൃപ്തമായ ഒരു മണ്ഡലകാലം അവർക്ക് ലഭിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട. നമുക്ക് ഒരു 2 കൊച്ചുകുട്ടികളോട് പോയിട്ട് അവസാനിപ്പിക്കാം. മോൻ്റെ പേരെന്താ? എവിടുന്നാ വരുന്നേ? പറൂര്. ശ്രീ പാർവതി. പാട്ട് പാടുവോ? പാടുവോ? എങ്ങനെ ഉണ്ടായിരുന്നു? പാടിക്കോ. ഇല്ല. അപ്പൊ എന്തായാലും പ്രിയ, ഈ കുട്ടികളുടെ ഹാപ്പിയാണോ? ഇത് ഈ മുഖത്തെ സന്തോഷമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതേ സന്തോഷമാണ് നമ്മളും മലയിറങ്ങുന്നത്. ശരി സുജു, എന്തായാലും ഒരുപാട് സന്തോഷം. സന്നിധാനത്ത് നിന്നുമാണ് സുജു വിവരങ്ങൾ നൽകി.